ഹലോ, വെൽക്കം ബാക്ക് ടു ഫുഡ് ആൻഡ് വിഷസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നല്ല സ്പൈസിയും എന്നാൽ ചെറിയൊരു മധുരമൊക്കെ ഒന്നിച്ച ഒരു ചിക്കൻ കൊണ്ടാട്ടമാണ്. ഒരു വെറൈറ്റി ടേസ്റ്റിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചിക്കൻ ഇതേപോലെ ഒരു മീഡിയം പീസായിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഈ മസാല എല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് ഒന്ന് തിരുമ്മി പിടിപ്പിക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ലപോലെ ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു മിനിമം 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മളിനി ഇത് കൂടുതൽ വേവിക്കുന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഗ്രേവിയിലിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 2 സൈഡും നന്നായിട്ട് ഫ്രൈ ചെയ്ത് വേണം നമുക്ക് ഈ ചിക്കൻ എണ്ണയിൽ നിന്ന് മാറ്റാനായിട്ട്. ഇപ്പം നമ്മൾ ആദ്യത്തെ ഒരു ട്രിപ്പ് ചിക്കൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് ആയി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പം നമ്മളത് തിരിച്ചിട്ട് കൊടുത്തു. മറ്റേ സൈഡും കൂടെ നല്ലപോലെ ഇതേപോലെ ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ചിക്കനും കൂടെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ആ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 4 വറ്റൽമുളക് ഇതേപോലെ മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റണം. ഇതിപ്പോൾ നമുക്ക് ഇവിടുന്ന് മാറ്റിയെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ ആയി കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ ചിക്കനിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാൻ ഈ സെയിം എണ്ണയിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 40 ചെറിയുള്ളിയോളം ഉണ്ട്. ഇത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്.
ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു 2 പച്ചമുളക് ഇതേപോലെ നടുവേ കീറിയത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഉപ്പ് നമുക്ക് ചേർക്കണ്ട, കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം നോക്കിയിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുണ്ട് ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇതിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. അപ്പം നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 3 ടീസ്പൂൺ വറ്റൽമുളക്, ഇത് ഞാൻ കാശ്മീരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സാധാ വറ്റൽമുളക് എടുക്കാം. ഇതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം കൂടെ ഇവിടെ നന്നായിട്ട് നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം എന്ന് പറയുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ച് നന്നായിട്ട് ഇതിനകത്ത് മുളക് പൊടിയും അതുപോലെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ചേർത്ത് നമുക്ക് എടുക്കാം. അപ്പോൾ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്യേണ്ട, സാധാരണ മുളക് പൊടിയാണ് വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഞങ്ങൾക്ക് അധികം എരിവ് ഒത്തിരി ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിവിടെ കാശ്മീരി ചില്ലി യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് ആവശ്യത്തിനില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം നമ്മുടെ ഗ്രേവി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ ഗ്രേവിയൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് നല്ലപോലെ കോട്ടായിട്ട് വരാനായിട്ട്. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് കോട്ടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 1/2 നാരങ്ങയുടെ നീരും കൂടെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് നമ്മുടെ നേരത്തെ നമ്മൾ കുറച്ച് വറ്റൽമുളക് ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മൾ
നമ്മളുണ്ടാക്കിയ ഈ ചിക്കൻ കൊണ്ടാട്ടം ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ എല്ലാവരും ഇഷ്ടപ്പെടും കേട്ടോ. വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ തന്നേക്കണേ. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. കൂട്ടത്തിൽ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.